ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മെയിൻ്റനൻസ് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെ ഒന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, എന്തൊക്കെ ഒന്ന് നോക്കട്ടെ. ഒരു ഷോർട്ട് ടൈം പാക്ക് വന്നിട്ടുണ്ട് ഗൈസ്. പുതിയതായിട്ടൊരു ഷോർട്ട് ടൈം പാക്ക് വന്നിട്ടുണ്ട്. എന്താണ് ഗൈസ് വന്നിട്ടുള്ളത് ഗൈസ്? കുറച്ച് ഫ്രീ സ്പിൻ നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ എന്തിൻ്റെയോ ഫ്രീ സ്പിൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ വന്നു നമുക്ക് നോക്കട്ടെ. ഓക്കെ, വോട്ടിൻ്റെ രണ്ടാമത്തെ വീക്കിൻ്റെ സമയം വന്നിട്ടുണ്ട്. പിന്നെ മിഷൻസാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. മിഷൻസിൽ നമുക്ക് ഇന്ന് മിക്കവാറും എപ്പിക്കെടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് വിചാരിക്കണത്. ഇതെന്താണ് ഗീസ്? ഫ്രീ സ്പിന്നില്ല. എത്ര ഫ്രീ സ്പിൻ കിട്ടുമെന്ന് നോക്കട്ടെ ഗീസ്. ഓക്കെ, ഇതിനകത്തുനിന്ന് എടാ ഇതൊക്കെ കമ്മിങ് സൂൺ എന്നാണ് ഗീസ് കാണിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ വീക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ. അവിടെ ഇത് എന്ത് കഷ്ടമാടാ. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണ് ഗീസ് എനിക്ക് തോന്നണേ. 1.5 വരെ ഇവന്മാർ മെയിൻ്റനൻസ് വെച്ചിട്ട് ഒരു തേങ്ങയും മര്യാദയ്ക്ക് ഇവന്മാർ കൊണ്ടുവന്നിട്ടില്ല കേസ്. പിന്നെ എന്തിനാണ് അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഇല്ല കേസ്. ഇതിനകത്ത് 5 ഫ്രീ സ്പിൻ എന്താണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ 5 ഫ്രീ സ്പിന്ന് നമുക്കിന്ന് വേണമെങ്കിൽ കറക്കാം കേസ്. ബാക്കിയുള്ള ഫ്രീ സ്പിൻ നമുക്കിനി അടുത്ത വ്യാഴാഴ്ചയാണ് കിട്ടുള്ളൂ. പിന്നെ 5 ഫ്രീ സ്പിൻ നമുക്ക് കറക്കിയാലും 17-ലാണ് കേസ് നിൽക്കത്തുള്ളൂ. 18 ആയാലാണ് നമുക്ക് ആ മറ്റേ ടോക്കൺ കിട്ടുള്ളൂ. നമുക്ക് എപ്പിക്കിന് എടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അടുത്ത വ്യാഴാഴ്ചയാണ് കേസ് നമുക്ക് ഒരു എപ്പിക്കിന് എടുക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ചതിയായിപ്പോയി. കാരണം ഈ വീക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതെന്തായാലും പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വ്യാഴാഴ്ച വരെ വെയിറ്റ് ചെയ്യണം കേസ്. എന്തിനു വേണ്ടിയോ തിളച്ച സാമ്പാറിലായി പോയി കൊനാമിയുടെ കാര്യം. പിന്നെ പുതിയതായിട്ട് നെതർലാൻഡ്സിൻ്റെ പാക്ക് അവന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. കോയിനൊക്കെ ഉള്ളവരൊക്കെ എന്തായാലും എടുക്കുക കേസ്. അപ്പോൾ നെതർലാൻഡ്സിൻ്റെ പാക്ക് അവന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. വാൻഡേക്കൊക്കെ ഉണ്ട്. എന്തായാലും കോയിനുള്ളവരൊക്കെ അതൊക്കെ എടുക്കുക. പിന്നെ നമ്മുടെ പാക്കുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഷോർട്ട് ടൈം പാക്ക് നടക്കുന്നുണ്ട്. ദ ഓൾ റൗണ്ടർ എന്നും പറഞ്ഞിട്ടൊരു ഷോർട്ട് ടൈം പാക്ക് വന്നിട്ടുണ്ട്. അർണോൾഡുണ്ട്, റാഫീനൊക്കെ ഉണ്ട്. പിന്നെ ജെ ലീഗിൻ്റെ 2 പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദീക്കിൻ്റെ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദീക്കിൽ എംബാപ്പയൊക്കെ ഉണ്ട് ഗെയ്സ്. കുറച്ച് നല്ല കാർഡ്സൊക്കെ ഉണ്ട് ഗെയ്സ്. എംബാപ്പ ഗോൾ പോച്ചറായിട്ടാണ് വന്നേക്കണത്. എംബാപ്പ കൂടാതെ ഡിബാല ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡേവിസ് ഉണ്ട് ഗെയ്സ്. ഗബ്രിയൽ ജീസസിനെ അവന്മാർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ഓഫ് ദി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റിട്ട കാര്യം കിട്ടിയെങ്കിൽ ആരെ കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ വേറെ എന്തായാലും ഇനിയിപ്പോൾ മാച്ച് നോക്കണം. മാച്ചിനകത്ത് എത്ര കോയിൻ്റെ ഇവൻറ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ നോക്കട്ടെ ഗെയ്സ്. അപ്പോൾ ഇനി മാച്ച് നോക്കാം. അതാവുമ്പോൾ ഭയങ്കര ചതിയാണ് ഗെയ്സ് കാണിച്ചേ. മാച്ചിൽ എന്തായാലും നോക്കട്ടെ. മാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്ലെയർ ഓഫ് ദിൻ്റെ ഒരു ഫ്രീ സ്പിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്ലെയർ ഓഫ് ദിൻ്റെ ഫ്രീ സ്പിൻ എന്തായാലും എടുക്കുക ഗൈസ്. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല മാച്ചിനകത്ത്. പിന്നെ നമ്മുടെ കോയിൻ ഇവൻ്റ് നോക്കുവാണെങ്കിൽ PvP മാച്ചിൽ നോക്കുവാണെങ്കിൽ ഗൈസ്, PvP മാച്ചിൽ പുതിയൊരു മാച്ച് അവന്മാർ ആഡ് ചെയ്തിട്ടുണ്ട്. പെനാൽറ്റി ഷൂട്ട് ഔട്ടാണ്. അപ്പോൾ അതൊക്കെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ കളിക്കുക ഗൈസ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കോയിനാണ്. ഓക്കെ, ഇത് കളിച്ച് കഴിഞ്ഞാൽ ഒരു 50 ക്ലബ് കോയിൻ കിട്ടുമായിരിക്കും. ഒരു 50 ക്ലബ് കോയിൻ്റെ ഇവൻറ്റ് മാത്രമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളൂ. എടാ അതൊന്നും അല്ലടാ, നമുക്ക് ഇന്നാ എപ്പിക്ക് എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പറ്റില്ല ഗൈസ്, അടുത്ത വ്യാഴാഴ്ച ആവണം. അവന്മാർക്ക് ഇന്ന് കുറേ ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവന്ന് ഇടായിരുന്നു. ഇനി കുഴപ്പമില്ല ഗൈസ്, പറഞ്ഞിട്ടിന് കാര്യമില്ല. എന്തായാലും ഞാൻ കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും കറക്കി നോക്കട്ടെ, ആരെ കിട്ടുമെന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം നമുക്ക് എന്തായാലും ജയിലിയൊക്കെ ചുമ്മാ കറക്കി കളയാം ഗൈസ്. കിട്ടാനൊന്നും പോകണില്ല ഗൈസ്. ഓക്കെ, ഹിയർ വി ഗോ. ഇല്ല ഗൈസ്, ഒന്നുമില്ല. ബേസ് കാർഡാണ്, നോർമൽ ആനിമേഷൻ. ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദീക്കിൻ്റെ ഫ്രീ സ്പിൻ വേണ്ട, നമുക്ക് അടുത്ത ജെ ലീഗിൻ്റെ ഫ്രീ സ്പിൻ ഒന്നുകൂടി എടുക്കാം ഗൈസ്. അപ്പോൾ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഓക്കെ, ആരാണ്? യെസ് ഗൈസ്, കളർ മാറുന്നുണ്ട്. ഇത് എപ്പിക്കാണ്? അല്ല ഗൈസ്, എപ്പിക്കൊന്നും അല്ല. അപ്പം അതും തേഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഷോർട്ട് ടൈം ബാഗും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഫ്രീ സ്പിന്നിലൊക്കെ എപ്പിക്ക് കിട്ടിയൊരു ഭയങ്കര ലക്കാണ്. പക്ഷേ ഞാൻ 12 ഫ്രീ സ്പിൻ ചെയ്തു. എനിക്ക് 12 ഫ്രീ സ്പിൻ ചെയ്തിട്ടും എനിക്ക് ഒരു എപ്പിക് കാർഡ് പോലും അവന്മാർ തന്നില്ല. ഒരു ഹൈലൈറ്റ് കാർഡ് തന്ന്, അവസാനം കിടക്കുന്നൊരു ഹൈലൈറ്റ് കാർഡിന് അവന്മാർ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും
ഞാൻ അതും കറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതും കറക്കി അതിനകത്തുനിന്നും എനിക്ക് ബേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷോർട്ട് ടൈമും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്കിനി എന്തായാലും മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. പ്ലെയർ ഓഫ് ദി വീക്ക് എന്തായാലും കറക്കി നോക്കട്ടെ. പ്ലെയർ ഓഫ് ദി വീക്കിൽ എനിക്ക് ടാർഗറ്റ് പറയുകയാണെങ്കിൽ എംബാപ്പെ ടാർഗറ്റാണ് ഗൈസ്. എംബാപ്പെ എത്ര റേറ്റ് കയറുമെന്ന് എനിക്കറിയില്ല. എംബാപ്പയുടെ ഒരു റിയൽ മാൻഡ്രിഡ് വെർഷൻ എൻ്റെ ഇല്ല. അപ്പോൾ എംബാപ്പനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിബാലനെ കിട്ടണമെന്നുണ്ട് ഗൈസ്. മിക്കവാറും ഇവന്മാർ എനിക്ക് ആ ഏറ്റവും അടി കിടക്കുന്ന ഗോൾ കീപ്പറിനെ തരും ഇവന്മാർ. അതായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഗോൾ കീപ്പറിനെ എനിക്ക് തരും ഗൈസ്. എനിക്കിപ്പോൾ ഈ ഇടയൊക്കെ ആയിട്ട് എനിക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൽ അത്രയ്ക്കും ഭാഗ്യമില്ല ഗൈസ്. നോക്കട്ടെ എന്തായാലും. എങ്ങാനും ഇനിയിപ്പോൾ എംബാപ്പനെ തന്നാലോ പറയാൻ പറ്റില്ല ഗൈസ്. പിന്നെ അൽഫോൺസോ ഡേവിസൊക്കെ നടക്കുന്നുണ്ട്. അൽഫോൺസോ ഡേവിസിൻ്റെ ഒരു കാർഡ് എൻ്റെ കയ്യിലുണ്ട്. 98 റേറ്റ് കയറുന്ന ഒരു കാർഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് എംബാപ്പയാണ് ഈ മെയിനായിട്ടും ടാർഗറ്റ്. എംബാപ്പെ അല്ലെങ്കിൽ ഡിബാല, ഇവരായാലും ഒരാൾ കിട്ടണം. എന്തായാലും നോക്കി നോക്കാം ഗൈസ്, ആരെ കിട്ടുമെന്ന് എന്തായാലും നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എംബാപ്പനെ വേണം കൊനാമി പ്ലീസ്, അല്ലെങ്കിൽ എനിക്ക് വാരിക്കോരി എംബാപ്പനെ തരണയാണ്. എന്തായാലും നോക്കാം ഗൈസ്. ഹിയർ വി ഗോ ഗൈസ്. ഉള്ളിൽ പച്ച കളറൊക്കെ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് മിക്കവാറും തോന്നുന്നു ഇത് എംബാപ്പെ ആവാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ ഗൈസ്, എന്തായാലും നോക്കാം. ആരാണ് ഗൈസ്? ഇംഗ്ലീഷ് ലീഗാണ്. എടാ 2-ാം നമ്പർ. ഇതൊക്കെ ആരുടെ ഇതൊക്കെ അറിയില്ല ഗൈസ്. നോക്കട്ടെ ഇതാരാണിത് ഗൈസ്. ഏതൊരു സെൻട്രൽ ബാങ്കിനെ കിട്ടിയിട എനിക്ക് ഗൈസ്. ഞാൻ ഗോൾ കീപ്പറെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ഗോൾ കീപ്പറിനെ തന്നില്ല ഇവന്മാർ, പക്ഷേ വേറൊരു പ്ലെയറിനെ തന്നെ എന്നെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാനപ്പോൾ എന്തായാലും എന്തായാലും കോയിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 132 കോയിനുണ്ട്. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കിൽ ഞാൻ 100 കോയിൻ എന്തായാലും പൊട്ടിക്കാൻ പോകണ. ഞാൻ കുറേ നാളായി പ്ലെയർ ഓഫ് ദി വീക്കിൽ കോയിൻ പൊട്ടിച്ചിട്ട്. അപ്പോൾ 100 കോയിൻ എന്തായാലും കറക്കി നോക്കാം. അപ്പം കിട്ടുമല്ലോ. നല്ല കൊനാമി കഷ്ടപ്പെട്ട് കളിച്ചതാണ്. എനിക്ക് എംബാപ്പനെ ഇങ്ങനെ തന്നേക്ക്, വെറുതെ എന്തിനാണ് ഗൈസ്? റിയൽ മാഡ്രിഡിൻ്റെ എംബാപ്പെ ഇല്ല, അതുകൊണ്ടാണ്. എൻ്റെ കയ്യിലുള്ള വേറൊരു പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ എംബാപ്പയാണ്. PSG എംബാപ്പെ ഉണ്ട്. ബട്ട് എനിക്ക് ഈ റിയൽ മാഡ്രിഡിൻ്റെ എംബാപ്പനെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കോയിൻ വെച്ച് കറക്കുന്നത്. അല്ലെങ്കിൽ ആ ഡിബാലേനെ എങ്കിലും ഒന്ന് താട്ടെ, ഞാൻ ഈ വഴി അങ്ങ് പൊക്കോളാം. എന്തായാലും നോക്കാം ഗൈസ്, ആരെ കിട്ടുമെന്ന് നോക്കട്ടെ. കോയിൻ വെച്ചിട്ട് ഇറക്കണതുകൊണ്ട് ചിലപ്പോൾ കൊനാമി തന്നാലാ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ക്യാൻസലൊക്കെ അടിച്ചിട്ടുമ്പോൾ എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. ഹിയർ വി ഗോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ എന്തായാലും സ്പിന്ന് കൊടുക്കാം. ഓക്കെ, ഞാനങ്ങനെ സ്പിന്ന് കൊടുത്തിട്ടുണ്ട്. കോയിൻ വെച്ചിട്ടുള്ള കറക്കലാണ് കൊനാമി. പ്ലീസ് ഗീവ് മി എംബാപ്പെ, ഗൈസ്. ഇതും ഉള്ളിൽ കളറുണ്ട് ഗൈസ്. എനിക്ക് ഇത് തോന്നുന്നു ഇതും എംബാപ്പെ ആയിരിക്കും. ഇത് എംബാപ്പെ ആവാൻ ചാൻസ് ഉണ്ട്. അല്ല ഗൈസ്, ഇത് എംബാപ്പെ അല്ല. ഇതാരാണ് ഗൈസ്? നമ്പർ 19 എനിക്ക് അൽഫോൺസോ ഡേവിസിന് അവന്മാർ തന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്. എനിക്ക് എന്നാലും വേണ്ടായിരുന്നു. എൻ്റെ ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും കിടക്കട്ടെ ഗൈസ്. അപ്പോൾ എംബാപ്പനെ കിട്ടിയില്ല, ഡിബാലേനെയും കിട്ടിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ നമ്മളെന്തായാലും മറ്റേ എപ്പിക്കിൻ്റെ ഫ്രീ സ്പിൻ 5 നമ്മളെന്തായാലും എടുത്തിട്ട് അതെന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇടാം ഗൈസ്. ഇന്ന് ഫുള്ളും കിട്ടുവാണെങ്കിൽ ഇന്ന് ഫുള്ളും വെച്ച് കറക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇരുന്നത്. പക്ഷേ ഇവന്മാർ അവിടം വരെ നീട്ടി വെച്ചേക്കും. എനിക്ക് അവിടം വരെ നോക്കിക്കാനുള്ളൊരു ഇതില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ 5 കറക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് ബൈ.